നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുകയാണ്. കുവൈത്തിൽ ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാറ്റിലെ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. ദൂരക്കാഴ്ച മങ്ങുമെന്നതിനാൽ എക്സ്പ്രസ് ഹൈവേകൾ ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകളിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ആസ്മ, അലർജി തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. കുവൈത്തിൽ 2 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ ഇസ റമദാൻ നേരത്തെ അറിയിച്ചിരുന്നു. പൊടിക്കാറ്റിന്റെ സാന്നിധ്യം താപനില കുറയാൻ ഇടയാക്കിയേക്കും. ഈ ആഴ്ചയുടെ താപനില കുറയുമെന്നും ശൈത്യകാലം ആരംഭിക്കുമെന്നും ഇസ റമദാൻ പറഞ്ഞിരുന്നു. രാത്രിയിൽ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. അസ്ഥിരമായ കാലാവസ്ഥയെ തുടർന്ന് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ 112 എന്ന നമ്പറിൽ വിളിക്കണമെന്നും കുവൈറ്റ് ഫയർഫോഴ്സും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഒമാനിലെ തെക്കുകിഴക്ക് ഭാഗത്ത് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഉഷ്ണമേഖല ന്യൂനമർദ്ദമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറിൽ 31 കിലോമീറ്ററിൽ താഴെ വേഗതയിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഒമാൻ തീരത്ത് നിന്ന് 1440 കിലോമീറ്റർ അകലെയാണ് ന്യൂനമർദ്ദം. ഉഷ്ണമേഖല ന്യൂനമർദ്ദം ഒമാൻ, യമൻ തീരങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് പ്രാരംഭ സൂചനകൾ. ഇത് മേഘങ്ങളുടെ ആവിർഭാവത്തിനും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം അൽവസ്ത, ദൊഫാർ ഗവർണറേറ്റുകളിൽ കനത്ത മഴയ്ക്കും കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ബുധനാഴ്ച കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. തെക്ക് വടക്ക് ബാത്ന, ദാഖിലിയ, മസ്കറ്റ്, ദാഹിറ, ഷർഖിയ ഗവർണറേറ്റുകളിലെ പർവ്വത പ്രദേശങ്ങളിലാണ് മഴ പെയ്യുക. വിവിധയിടങ്ങളിൽ 15 മുതൽ 40 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. അതുപോലെ ഖത്തറിൽ കഴിഞ്ഞ 2 ദിവസം മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരുന്നു. മഴയ്ക്കൊപ്പം ചില സമയങ്ങളിൽ ഇടിമിന്നലും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസം 16 മുതൽ അൽ വാസ്മി എന്ന പ്രാദേശികമായി അറിയപ്പെടുന്ന മഴക്കാലത്തിന് തുടക്കമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. 52 ദിവസം നീളുന്ന അൽ വാസ്മി കാലം ഡിസംബർ 6 വരെ നീളും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്